ഹൈദരാബാദ് എത്തിയ ഉടൻ തന്നെ നമ്മൾ ഈ പോകുന്നത് സ്വാദ് കിച്ചണിലേക്കാണ്. സ്വാദോട് കൂടിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാമെന്നുള്ള നിഗമനത്തിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. പോകുന്ന വഴിയിൽ പല പല ടിപ്സ് അവൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ നടന്നാൽ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാമെന്നാണ് അവൻ പറഞ്ഞത്. ശരിയാണോ എന്ന് ഞാനും ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്വാദ് കിച്ചൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ആൾക്കൂട്ടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. നല്ല വലിയ ഒരു മെനു. അതുകൂടെ കണ്ടപ്പോഴത്തേനും ഞാൻ അതിലേക്ക് നോക്കാനേ പോയില്ല. നല്ല ആംബിയൻസും. പെട്ടെന്ന് തന്നെ അവൻ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന കണ്ടു. ബില്ലൊക്കെ പേ ചെയ്ത് ടിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ എടുത്ത് തന്നപ്പോൾ 80 രൂപയെന്ന്. എന്തിനാണ് 80 രൂപയെന്ന് ചോദിച്ചപ്പോഴാണ് ഈ പീക്കിരി ചായക്കാണ് 80 രൂപയെന്ന് അവൻ പറഞ്ഞത്. ഒരു ചായക്ക് 20 രൂപ. അങ്ങനെ ചായയും വാങ്ങി നേരെ പോയി ഒരു സീറ്റ് ഉറപ്പിച്ചു. അപ്പുറത്ത് കാണുന്നത് പാർക്കാണത്രേ. ഒരുപാട് ആൾക്കാർ വൈകുന്നേരം വന്നിരുന്ന് നടക്കുകയും കഥകൾ പറയുകയും ചെയ്യുന്ന പാർക്ക്. അങ്ങനെ അവിടെയും പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ലേറ്റായിപ്പോയി. ഈ സാധനത്തിൻ്റെ പേരാണ് പുണുകുളു. പുണുകുളു എന്ന പേര് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കഴിച്ചു നോക്കിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, അതുപോലെ ടേസ്റ്റും. കഴിച്ചു നോക്കിയപ്പോൾ ഉഴുന്നുവട പോലെയൊക്കെ ഉണ്ടെങ്കിലും ജീരകത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. ഉഴുന്നുവട നാട്ടിലെ പോലൊന്നുമല്ല, നല്ല ബിഗ് സൈസാണ്, അതുപോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഉള്ളത് പീനട്ട് ചട്നിയും ടൊമാറ്റോ ചട്നിയും സാമ്പാറുമാണ്. അതിനകത്ത് പീനട്ട് ചട്നിയാണ് എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് അത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ തേങ്ങാ ചമ്മന്തിയൊക്കെ പുറകിൽ നിൽക്കും കേട്ടോ, അതുപോലെ രുചിയാണ്. അതിന് എരി കൂടുതലായപ്പോൾ മധുരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ബാലൻസ് ചെയ്ത് ഞാനും അമ്മയും മാറി മാറി കഴിച്ചു. അങ്ങനെ നമ്മൾ അതും കഴിച്ചിട്ട് നേരെ പോയത് വീട്ടിലേക്കാണ്. പോകുന്ന വഴിയിൽ റോഡിലെല്ലാം ഇതുപോലെ ഒരു ഫ്ലവർ വീണ് കിടക്കുന്ന കണ്ടു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതം തോന്നി. പ്രത്യേകിച്ച് മണമൊന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ഞാൻ പൂവെന്ന് പറയുന്നില്ല, ഇവിടെ പൂവെന്ന് പറഞ്ഞാൽ ചീത്തയാണെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ സ്വന്തം നിഴലിനോട് ടാറ്റ പറഞ്ഞ് നേരെ വീട്ടിലേക്കും പോയി.